ഇന്ന് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഒരു പ്രധാന അസുഖമായ ഹൈപ്പോതൈറോയിഡിസത്തിന് മരുന്ന് കുടിക്കുന്നവർ എത്ര കാലം മരുന്ന് കുടിക്കണം എന്ന ഡൗട്ടിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ പേഷ്യൻസ് നമ്മളെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്ന കാര്യമുണ്ട്. നമ്മൾ ഹൈപ്പോതൈറോയിഡിസത്തിന് തൈറോക്സിൻ എന്ന ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ എത്ര കാലം കുടിക്കണം, നമുക്കത് നിർത്താൻ പറ്റുമോ, ജീവിതകാലം മുഴുവൻ കഴിക്കണം, ഇത് എല്ലാവർക്കും ഉള്ളൊരു കോമൺ ഡൗട്ടാണ്. അപ്പം ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് രോഗിയുടെ ഇനീഷ്യൽ TSH ലെവൽ, ആദ്യത്തെ TSH ലെവൽ എത്രയാണ്, അത് 10 മുകളിലാണോ താഴെയാണോ, അല്ലെങ്കിൽ TPO എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡി, അതിലെ ആൻറ്റി തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡി, ഇത്തരം ആൻറ്റിബോഡികളുടെ പോസിറ്റിവിറ്റി, നെഗറ്റിവിറ്റി, അപ്പം അതിൻ്റെ അളവ്, ഇത്തരം കാര്യങ്ങളൊക്കെ, അവരുടെ ഏജ്, സെക്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നിൽ നിർത്തി, ലക്ഷണങ്ങൾ ഇതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പലപ്പോഴും ആൻറ്റിബോഡിയൊക്കെ പോസിറ്റീവായി വരുന്ന രോഗികൾക്ക് ദീർഘകാലം ഈ തൈറോയിഡിൻ്റെ ഗുളിക എടുക്കേണ്ടി വരുന്നുണ്ട്. പിന്നീട് ഈ രോഗികൾ കണ്ടുവരുന്ന ഒരു പ്രവണത, തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുമ്പോൾ അവരുടെ TSH ഒരു നോർമൽ റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഗുളിക നിർത്തുകയാണ്. പിന്നീട് അവർ വരുന്ന ഒരു 2 മാസം കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്തേക്ക് വരികയാണ്, തൈറോയിഡിൻ്റെ ഗുളിക നിർത്തി. എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും രോഗികൾ പറയുന്നത് തൈറോയിഡ് നോർമലായി, TSH ലെവൽ നോർമലായി, അതുകൊണ്ടാണ് നമ്മൾ മരുന്ന് നിർത്തിയതെന്നാണ്. എന്നാൽ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ TSHനെ സപ്രസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ നോർമൽ റേഞ്ചിൽ നിർത്തിയിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഈ തൈറോക്സിൻ എന്ന് പറയുന്ന ഗുളികയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കണം. അത് നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും TSH ഉയരും, വീണ്ടും രോഗലക്ഷണങ്ങൾ കാണിക്കും. അപ്പം ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരിക്കലും മരുന്ന് നിർത്താൻ പാടില്ല. അപ്പോൾ സാധാരണയായിട്ട് ഒരു 6 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് TSH ടെസ്റ്റ് ചെയ്തിട്ട് വരാനായിട്ട് ഡോക്ടർമാർ പറയുക. സ്റ്റേബിൾ ആയതിനു ശേഷം പിന്നീട് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഇടവേളകളിലാണ് TSH ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഗുളികയെ സംബന്ധിച്ച് ഈ ഗുളിക എങ്ങനെ എടുക്കാം എന്നുള്ളത് സംബന്ധിച്ചാണ്. അപ്പോൾ തൈറോക്സിൻ എപ്പോഴും ഭക്ഷണത്തിന് 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ മുന്നേ വരെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം 2 തരത്തിലെടുക്കാം. ഒന്നുകിൽ പ്രഭാത ഭക്ഷണത്തിന് 45 മിനിറ്റ് മുന്നേ എടുക്കാം. ഇനിയിപ്പോൾ ഈ നോമ്പുകാലത്തൊക്കെ ആണെങ്കിൽ ഭക്ഷണത്തിന് ശേഷം, വൈകുന്നേരത്തെ ഇഫ്താർ മീലിന് ശേഷം ഒരു 3 മണിക്കൂറിന് ശേഷം, അതിനിടയിലൊന്നും കഴിക്കാതെയും വേണമെങ്കിൽ തൈറോയിഡിൻ്റെ ഗുളിക എടുക്കാവുന്നതാണ്. ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ എടുക്കാവുന്നതാണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൈറോയ്ഡ് ഗുളിക കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു 4 ഹവേഴ്സിനുള്ളിലായിട്ട് നമ്മൾ കാൽഷ്യത്തിൻ്റെയോ അല്ലെങ്കിൽ അയണിൻ്റെയോ അല്ലെങ്കിൽ പ്രോട്ടോൺ ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറയും, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ഗുളികകളോ ഇതൊന്നും കഴിക്കാൻ പാടില്ല. ഇതൊക്കെ ഒരു 4 മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് മാത്രമേ തൈറോയ്ഡ് ഗുളികയിൽ നിന്നൊരു അകലത്തിൽ മാത്രമേ കഴിക്കാവൂ. ഇതൊക്കെയാണ് പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു എലമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പ്രഗ്നൻ്റ് ആയ ലേഡീസിൻ്റെ കേസിലാണ്. പ്രത്യേകിച്ച് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ, അതായത് 4 മാസം മുതൽ പ്രഗ്നൻ്റ് ആയ ലേഡീസിന് കാൽഷ്യവും അയണിൻ്റെയൊക്കെ ടാബ്ലറ്റ് ഒബ്സ്റ്ററ്റീഷ്യൻ ഗൈനക്കോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പം ആ ഒരു സമയത്ത് ഈ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഒരു 4 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഗുളികയുടെ അബ്സോർഷൻ അത് പ്രതികൂലമായി ബാധിക്കുകയും TSH വേണ്ട രീതിയിൽ സപ്രസ് ആവാതെ വരികയും ചെയ്യും. ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഈ മരുന്നുമായിട്ട് മുന്നോട്ട് പോകാൻ. താങ്ക് യു. Stay healthy. Follow for more.